CEO ആണ് ജിസ് മറിയ ആൻഡ് ദ CTO ആണ് ജസ്വിൻ ആന്റണി. രണ്ട് ഹസ്ബൻഡ് വൈഫാണ്. ഇവരുടെ ലൈഫ് എക്സ്പീരിയൻസസിൽ നിന്നും പഠിച്ച് അതുപോലെ ആളുകളെ പഠിപ്പിക്കാൻ വിടാൻ പോകുന്ന ആളുകൾ. UAE ഒരുപാട് കുട്ടികൾ ആക്ച്വലി ഓസ്ട്രേലിയയിൽ പോകാൻ പോകുന്നതും ഇവരെ ത്രൂ ആയിരിക്കും. So let's welcome both of them on air. Hey, good morning. Good morning. Hi. So firstly, welcome to the show. Thank you. നിങ്ങൾ ദുബായിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ ഇങ്ങനത്തെ സെമിനാർ ഒക്കെ ആയിട്ട്? ഫസ്റ്റ് ടൈം ആണല്ലേ? ഞാൻ ആക്ച്വലി നടന്നു വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു പറഞ്ഞു സിഡ്നിയിൽ വന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ഒരു റേഡിയോ സ്റ്റേഷൻ പരിചയപ്പെടുത്തായിരുന്നു. അപ്പോൾ ഞാൻ വേർജിനോട് വേർജിൻ ഓസ്ട്രേലിയ വേർജിനായിട്ടാണോ? അപ്പോൾ അതാണ് ഒരു കണക്ഷൻ അല്ലേ? Right. So ഇപ്പോൾ ജസ്വിൻ, you told us that ജസ്വിന് നാട്ടിലൊക്കെ പഠിച്ചു. അതിനുശേഷം എത്ര വർഷം മുമ്പാണ് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തത്? 2016 പഠിക്കാനായിട്ട് ഡീക്കൻ യൂണിവേഴ്സിറ്റി മെൽബണിൽ പോയതാണ്. മാസ്റ്റർ ഓഫ് ഡേറ്റ സയൻസ് പഠിക്കാൻ പോയതാണ്. ആൻഡ് അതിനുശേഷം ഐ വാസ് വർക്കിംഗ് ഇൻ IT for 4 years. അപ്പോൾ അതിനുശേഷം ലൈക്ക് വെൻ വി ഗോട്ട് മാരീഡ്, ജിസ് ഒരു കൺസൾട്ടൻ്റ് ആണ്, എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് എക്സ്പീരിയൻസ്ഡ് ആണ്. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു, ലൈക്ക് to help students. ഒത്തിരി ഗ്യാപ്സ് ഉണ്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ പഠിക്കാൻ പോയപ്പോൾ. ജസ്വിൻ അന്ന് 2016 പഠിക്കാൻ പോയപ്പോൾ you wish someone helped you like the way you're helping people now, അല്ലേ? എക്സാക്ട്ലി. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കണ്ടപ്പോൾ നമുക്ക് തോന്നി വി ഷുഡ് ബി മോർ ട്രാൻസ്പെറൻറ്റ്. ഏജൻസ് കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആവാനായിട്ട്. കുറെ കാര്യങ്ങൾ മനസ്സിലാവത്തില്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. കറക്റ്റ്. കാരണം നമ്മളിപ്പോൾ പഠിക്കാൻ പോകുമ്പോഴത്തേക്കും ഇതിപ്പോൾ വിസ പ്രോസസ്സ് മാത്രമല്ലോ, അവിടെയുള്ള അക്കോമഡേഷനും പിന്നെ എന്തെങ്കിലും പാർട്ട് ടൈം ജോലി കിട്ടുമോ, അങ്ങനെ കുറെ എലിമെന്റ്സ് ഉണ്ടല്ലോ. പിന്നെ എന്ത് സബ്ജക്ട്സ് പഠിക്കാനാണ് ഇപ്പൊ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അവിടെ ആയിരിക്കില്ലല്ലോ ബെസ്റ്റ്. പക്ഷെ എന്നാൽ അവിടേക്ക് പോകേണ്ടത് എന്തൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്? ആൻഡ് കമ്പയറിംഗ് ഇറ്റ് വിത്ത് അതർ സിറ്റീസ്, അതർ കൺട്രീസ് ടു, അല്ലേ? +2 കഴിഞ്ഞ് പോകുന്ന കുട്ടികളാണ് കൂടുതലും വരുന്നത്. സോ ഇവർക്ക് പഠിക്കാൻ പറ്റുന്ന നേഴ്സിംഗ് പ്രോഗ്രാംസ്, IT, എഞ്ചിനീയറിംഗ്, ഇതിലേക്കാണ് കൂടുതൽ കുട്ടികളും പോകുന്നത്. നേഴ്സിംഗ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, +2 നമ്മൾ ഏത് സ്ട്രീം ആണെങ്കിലും നമുക്ക് നേഴ്സിംഗ് പഠിക്കാൻ പറ്റും ഓസ്ട്രേലിയയിലും. ചില കുട്ടികൾ PR ഫോക്കസ് ചെയ്തിട്ടായിരിക്കും വരിക, അവർ സെറ്റിൽ ആവാൻ ആഗ്രഹിച്ചിട്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് PR സ്പെസിഫിക് ആയിട്ടുള്ള ഏറ്റവും കിട്ടാൻ എളുപ്പമുള്ള പ്രോഗ്രാംസ് ആയിരിക്കും നമ്മൾ കൂടുതൽ സജസ്റ്റ് ചെയ്യാം. പിന്നെ ദുബായിലുള്ള സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് വരാൻ കുറച്ചുകൂടി ഈസിയാണ്. കാരണം നാട്ടിൽ നിന്ന് പോരുമ്പം ഫിനാൻഷ്യൽ കണ്ടീഷൻസ് കുറച്ച് കൂടുതൽ ആവശ്യമാണ്, ഡോക്ടേഴ്സ് കൂടുതൽ ആവശ്യമാണ്. ദുബായിൽ അവിടുത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ അവിടെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നമ്മളുടെ അടുത്ത് ആ ഫണ്ട്സ് ഉണ്ടോ എന്ന് കാണിക്കണം. ദുബായിൽ അത് ആവശ്യമില്ല, കാരണം അവരുടെ ഇൻകം ഓൾറെഡി മീറ്റ് ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയൻ ഗവൺമെന്റ് പറയുന്ന ഒരു ഇൻകം ത്രഷോൾഡ് ഇവർ മീറ്റ് ചെയ്യുന്നു ദുബായിലെ പേരൻസ്. അപ്പോൾ അതുകൊണ്ട് ഈസിയാണ് കുറച്ചുകൂടെ വരാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏതൊക്കെ കോഴ്സുകൾ പഠിക്കാൻ പറ്റും, സാധാരണ രീതിയിൽ +2 കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ ഫെബ്രുവരി, ജൂലൈ ഇൻടേക്സ് ആണ് ഉള്ളത്. സാധാരണ കുട്ടികൾ +2 കഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഫെബിലേക്കാണ് പോകുന്നത്. എക്സാംസ് ആർ ഫിനിഷിംഗ് ഇൻ ദ മന്ത് ഓഫ് ജൂലൈ. മാർച്ചിൽ ഫിനിഷ് ചെയ്യുന്ന +2. അപ്പൊ ഇന്ത്യൻ സിലബസിന്റെ കാര്യം മാർച്ചിൽ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വഴിയാണെങ്കിൽ ജൂലൈയിൽ തന്നെ പോകാൻ പറ്റും. കുട്ടികളുടെ ടൈം ഒട്ടും പോവില്ല. അത് നെക്സ്റ്റ് ഫെബ്രുവരിയിലും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ജൂലൈയിൽ ഫിനിഷ് ചെയ്യുന്ന കുട്ടികളാണല്ലോ ഇപ്പം O level, A level ഒക്കെ പഠിക്കുന്നവർക്ക്. ജൂലൈയിൽ ഫിനിഷ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് നവംബറിൽ ഒരു ഇൻടേക്ക് ഉണ്ട്. പക്ഷെ അവരെ നോക്കുന്നത് നഴ്സിംഗ് പോലത്തെ പ്രോഗ്രാംസ് ആണെങ്കിൽ അത് ഫെബ്രുവരി ഉണ്ടാവത്തുള്ളൂ, ഫെബ്രുവരി ജൂലൈയിലും. നഴ്സിംഗ് പറയാൻ കാരണം ഈ PR ഫോക്കസ്ഡ് ആവാൻ ഒരു താല്പര്യം കൂടുതലുണ്ട് മലയാളികൾക്ക്. സെറ്റിൽ ആവാൻ പഠിക്കാൻ പോകുന്നത് ഓസ്ട്രേലിയ ചൂസ് ചെയ്യുമ്പോൾ ലൈക്ക് US ഉണ്ട്. അപ്പോൾ US എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വേൾഡ് റാങ്കിങ് ചിലപ്പോൾ UK കുറച്ചുകൂടി അഡ്വാൻസ്ഡ് യൂണിവേഴ്സിറ്റീസ് റാങ്കിങ് വൈസ് ബെറ്റർ കാണും. പക്ഷെ ഓസ്ട്രേലിയ കൂടുതലും ചൂസ് ചെയ്യുന്ന അവിടെ സെറ്റിൽ ആവാൻ വേണ്ടി. അപ്പോൾ അവിടെ ഒരു തവണ വിസിറ്റ് ചെയ്തവർക്കറിയാം ഓസ്ട്രേലിയയിൽ സെറ്റിൽ ആവാൻ ഭയങ്കര അട്രാക്റ്റീവാണ്. പീസ്, കാം, അങ്ങനെ ഒരു സംഭവമാണ്. അപ്പം ഇവിടെ ചിലപ്പം പഠിക്കാൻ മാത്രം പോകുന്ന കുട്ടികൾ പോലും ആദ്യം അവരുടെ സ്റ്റേ ബാക്ക് പീരീഡ് കഴിയുമ്പോൾ ദേ റിയലി വാണ്ട് ടു സെറ്റിൽ ദെയർ. അപ്പം നമ്മൾ ആ ജേർണി കണ്ടിട്ടുള്ളത് കൊണ്ട് സാധാരണ ഏജൻസികൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ PR എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കാറില്ല, സംസാരിക്കാൻ പാടില്ല എന്നാണ് നമ്മളോട് പറയുന്ന ഏജൻസിനോട്. പക്ഷേ ഞങ്ങൾ മാക്സിമം ആ കാര്യം ഓണസ്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നഴ്സിംഗ് പറയാൻ കാരണം ഹെൽത്ത് സെക്ടറിലാണ് ഏറ്റവും ചാൻസ്. നമുക്ക് പെർമനന്റ് റെസിഡൻസിയിലേക്ക് ലീഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ബാക്കി നമ്മൾ IT ഒക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ IT കഴിഞ്ഞ് അവിടെ റിയലി എബോവ് ആവറേജ് നിൽക്കുന്ന ഒരു കുട്ടിക്ക് ഉറപ്പായിട്ടും നമുക്ക് ജോലി കണ്ടെത്തി PR മാറാൻ പറ്റും. പക്ഷേ നോട്ട് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ്, ലൈക്ക് നമുക്കറിയാം ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് പോകുമ്പോൾ അതിലെല്ലാവരും അത്ര ഹൈ മാർക്സ് ആവില്ലല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായി വരും. പക്ഷെ അതിനുള്ള സൊല്യൂഷൻസ് നമ്മുടെ കൂടെ ഉണ്ട്. ശരി. പക്ഷേ നിങ്ങൾ പറയുന്നത് ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾ ഒരു ഹെൽത്ത് സെക്ടറിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ there are more chances for PR, അല്ലേ? യെസ്. ഒരു 5 സെക്ടേഴ്സ് ഉണ്ട്: ഹെൽത്ത് ആൻഡ് സോഷ്യൽ വർക്ക്, ടീച്ചിങ്, എഞ്ചിനീയറിംഗ്, IT, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ. ഈ അഗ്രികൾച്ചർ ഓസ്ട്രേലിയ ഭയങ്കര ഫേമസ്
ഫേമസ് ആണ്. Okay. ഇപ്പോൾ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറിനകത്ത് റിന്യൂവബിൾ എനർജി, ഇപ്പോൾ അതിലേക്ക് ഒത്തിരി ഫോക്കസ് വരിക, ക്ലൈമറ്റ് ചേഞ്ച് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയും നമുക്കവിടെ നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്. സസ്റ്റൈനബിലിറ്റി റാങ്കിങ്ങിലൊക്കെ വേൾഡ്സ് ബെസ്റ്റ് Okay. Now another question is about scholarships. ഇപ്പൊ ഇവിടുന്ന് വരുന്ന കുട്ടികൾക്ക് based on their marks and all of that, അവർക്ക് ഇവിടെ scholarships available ആണോ? യെസ്. നോർമലി ഇന്ത്യൻ സ്റ്റുഡൻസ് 15 to 25% സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിനെ നന്നായിട്ട് അവർ അട്രാക്ട് ചെയ്യാൻ വേണ്ടി. മിനിമം ഒരു 60% മാർക്സ് ഉണ്ടായാൽ മതി പ്ലസ് ടുവിന്. 60 നമുക്ക് ഉണ്ടായിരുന്നു അല്ലേ? 60 ആണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ. പിന്നെ വൈസ് ചാൻസലർ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് 50% to 100% സ്കോളർഷിപ്പ് കിട്ടുന്ന കുട്ടികളുണ്ട്. നമ്മുടെ ഹോല വേൾഡ് വഴി പോയപ്പോൾ കുട്ടികൾക്ക് പലർക്കും കിട്ടിയിട്ടുണ്ട്. ഒരു 85% മേളിൽ മാർക്കുള്ളവർക്ക് ചിലപ്പോൾ അത് കിട്ടാറുണ്ട്. 90-95 ആണ് വൈസ് ചാൻസലർ കിട്ടാൻ ഏറ്റവും സാധ്യത. 50% അടിക്കണമെങ്കിൽ നന്നായിട്ട് പഠിക്കുക. ജസ്വിൻ അന്ന് ബാക്ക് ഇൻ ദ ഡേ 2016 പോയപ്പോൾ ഒരു എക്സ്പെൻസ് ആയിരിക്കില്ല ഇപ്പൊ അവിടെ? ഒരു ശകലോടെ കൂടിയിട്ടുണ്ട്. ഒരു ആവറേജ് ട്യൂഷൻ ഫീ 17 lakh ആയിട്ട് തീർന്നിട്ടുണ്ട് ഒരു വർഷത്തെ ഫീസ്. ഒരു വർഷത്തെ 17 lakhs. മാസ്റ്റേഴ്സ് 2 years ആണ്. അറൌണ്ട് 34 to 40 lakhs വരും. ബാച്ചിലേഴ്സ് 3 years ആണ്. നഴ്സിംഗിന്റെ ഞങ്ങൾ പിന്നെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാരണം 3 years കൊണ്ട് ബാച്ചിലർ ഹെൽത്ത് സെക്ടറിൽ ചെയ്യാൻ പറ്റുന്ന നഴ്സിംഗ് ആണ്. 3 years ഒരു നല്ല നാട്ടിലേക്കാണ് 4 years ആണ്. ഇവിടെ ആകുമ്പോഴത്തേക്കും 3 years ആവുള്ളൂ. 3 yearsന്റെയും കോഴ്സ് ഫീസ് ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും. 45 to 50 lakhs. ഒരു വർഷം 15-17 ലക്ഷം എന്നുള്ളതാണ് ഒരു ആവറേജ്. അപ്പോൾ ഇൻറ്റു 3 മാസ്റ്റേഴ്സ് ആണ് ഇൻറ്റു 2 ഇതാണ് കാൽക്കുലേഷൻ. 45-50 lakhs ഉണ്ടെന്നുണ്ടെങ്കിൽ ബാച്ചിലേഴ്സ് It's like an investment പോലെ. പിന്നെ മാത്രമല്ല യു സ്റ്റഡിങ് ആൻഡ് ദെൻ യു ആർ ഗെറ്റിംഗ് എ ചാൻസ് ടു ഗെറ്റ് എ PR as well. അപ്പോൾ നമുക്ക് ആ രാജ്യത്തിലെ പാസ്പോർട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ ബേസിക്കലി ഇപ്പൊ നിങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് കൂടുതൽ കാണുന്നത് മലയാളി നഴ്സസ് ആണ്. അതെ. ആണോ? അപ്പൊ അയ്യോ അമ്മയെന്നൊക്കെ വിളിക്കുക അവിടെ പോയിട്ട് അല്ലേ? ഒരു പ്രശ്നമില്ല. മലയാളി നേഴ്സസ് ആണ് ലോകം മുഴുവൻ. ഇവിടെ ദുബായിൽ ഒരുപാട് മലയാളി നേഴ്സസ് ഉണ്ട്. അവരുടെ നെക്സ്റ്റ് ജനറേഷൻ കുട്ടികൾ ഒത്തിരി പേര് നഴ്സിംഗ് ഓസ്ട്രേലിയയിലാണ് ചൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കുള്ള ടോട്ടൽ കേരള പോപ്പുലേഷൻ നിങ്ങൾക്ക് വരുന്ന സ്റ്റുഡൻറ് ബേസിൽ 35% നഴ്സിംഗ് പ്രോഗ്രാം അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടറാണ് ചൂസ് ചെയ്യുന്നത്. ഞാൻ ഇത് കൂടെ ചോദിക്കട്ടെ, ഈ എക്സ്പെൻസിന്റെ കാര്യം പറയുമ്പോൾ അവിടെ താമസിക്കുന്ന അങ്ങനത്തെ എക്സ്പെൻസും ഈ കാര്യങ്ങളും എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇൻക്ലൂഡിംഗ് അക്കോമഡേഷൻ ആണോ? ദിസ് ഈസ് ഓൺലി ട്യൂഷൻ ഫീസ്. ഇനി അക്കോമഡേഷന് നമുക്ക് ഏകദേശം 1 ലക്ഷം രൂപ ഒരു മാസം. അക്കോമഡേഷൻ ആൻഡ് ഫുഡ്, ബാക്കി അതർ എക്സ്പെൻസസ് ഏകദേശം അത്രയും വരും. ഇതെടുത്തുന്ന സ്റ്റുഡിയോ ആണോ ലൈക്ക് റൂം ആണോ? ഒരു റൂമായിരിക്കും, ഒരു 5 bedroom വീട്ടിൽ. But you guys arrange for that as well because അവിടെ വരുമ്പോൾ അവർക്ക് അറിയില്ലല്ലോ. We know inside out, like നമുക്ക് എല്ലാ സിറ്റീസിലും നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്. സോ അതല്ലാതെ മലയാളീസ് തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ അക്കോമഡേഷൻ സ്പേസസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഏജൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവരുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. ഒരെണ്ണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വേറെ ഓൾട്ടർനേറ്റീവ് പെട്ടെന്ന് കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റും. ഞങ്ങളുടെ ഒരു അത് മാത്രമല്ല കരിയർ ആക്സലറേറ്റർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ യൂണിക്കായിട്ടൊരു കാര്യം ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ റൈറ്റ് മൈൻഡ് സെറ്റ് ആണ് എല്ലാ ജോലി കിട്ടാനും കാര്യമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കാര്യം അല്ലേ? ശരിയല്ലേ? അപ്പം ഏത് ജോലിയാണെങ്കിലും മൈൻഡ് സെറ്റ് കറക്റ്റ് ആണെങ്കിൽ ജോലി കിട്ടും. അപ്പോൾ അത് നിങ്ങൾ പാർട്ട് ടൈം ജോബിനാണെങ്കിലും പഠിച്ചു കഴിഞ്ഞിട്ട് ഫുൾ ടൈം ജോബ് കിട്ടാനും നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ പറയുന്ന പോലെ തന്നെ ചിലപ്പോൾ എല്ലാവർക്കും അവിടെ പഠിച്ചിട്ട് ചിലപ്പോൾ ജോലി കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ അതിനും കൂടെ ഒരു നിങ്ങളൊന്ന് അസിസ്റ്റന്റ് അല്ലേ? ഓക്കെ. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ UK അയർലാൻഡിലേക്കും ഒക്കെ തന്നെ ലണ്ടനിലേക്കും ഒക്കെ തന്നെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ വൈ ഷുഡ് ദേ ചൂസ് ഓസ്ട്രേലിയ? ഓസ്ട്രേലിയയുടെ വെതർ രക്ഷയില്ലാത്ത വെതർ, ഏറ്റവും ബെസ്റ്റ് വെതറാണ്. അതുപോലെ നമുക്ക് പറയാം മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വെതറുണ്ട്. ഓസ്ട്രേലിയ പലതരം സ്ഥലങ്ങളും ഉണ്ട്. അപ്പം സിഡ്നി സിറ്റിയൊക്കെ വേണ്ടവർക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. കാം റീജിയണൽ ഏരിയാസ് വേണമെങ്കിൽ അങ്ങനെയുണ്ട്. എല്ലായിടത്തും ബേസിക് നെസസിറ്റീസ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു സിറ്റി ലൈഫൊക്കെ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിൻ അവിടേക്കാണ് വരുന്നത്. പക്ഷേ അപ്പോൾ അവിടെ എക്സ്പെൻസ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. റീജിയണൽ ഏരിയാസ് ഉണ്ട്, അഡ്ലീഡ്, പെർത്ത്, അവിടെയൊക്കെ അവിടെ കുറച്ചുകൂടി ട്യൂഷൻ ഫീസ് ഒക്കെ കുറവാണ്, അക്കോമഡേഷൻ എക്സ്പെൻസ് എല്ലാം കുറവാണ്, കുറച്ചുകൂടി നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും. അതെ അതെ. പെർത്തിൽ പോയ ആൾക്കാരൊക്കെ അവിടെ പെർത്ത് ഇഷ്ടമായിരുന്നു കൊണ്ട് തിരിച്ചു വരാത്ത അവസ്ഥയാണ്. നാടിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അഡ്വാൻറ്റേജ്. ഓൾറെഡി ഇപ്പം പേരൻസ് സ്റ്റുഡൻസ് മാത്രമല്ല, ഇപ്പം നഴ്സിംഗ് ഒക്കെ ആണെങ്കിൽ ഇപ്പം ഇമ്മീഡിയറ്റ്ലി കോളേജ് കഴിഞ്ഞവർക്കാണോ ഇപ്പം അത് കഴിഞ്ഞൊരു വലിയ ബ്രേക്ക് എടുത്ത് കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്നവർക്ക് ഒരു ബ്രേക്ക് കഴിഞ്ഞു പോവാമോ? ലൈക്ക് ദേ ആർ ഇൻ ദെയർ 20s and all that. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അങ്ങനെയുള്ളവർക്ക് നമുക്ക് 35 years കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടാണ്. കാരണം അത് കഴിഞ്ഞ് സ്റ്റേ ബാക്ക് കിട്ടില്ല. അപ്പോൾ ഓസ്ട്രേലിയയുടെ ഒരു 2 ഹൈലൈറ്റ് വേറെ നമ്മൾ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, വെതർ. ഇത് കൂടാതെ പഠിച്ചു കഴിഞ്ഞ് സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ട്. അപ്പം മിനിമം 2 years to 4 years 5 years വരെ സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ട്. ഡിപ്പെൻഡ് അപ്പോൺ വിച്ച് ഏരിയ വി ആർ സ്റ്റഡിങ് ആൻഡ് ഓൾസോ വാട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അതിനൊക്കെ വേണ്ടി അവർ തരുന്ന ഒരു ടൈമാണ്. അപ്പം ആ ടൈം പീരീഡ് വേറെ ആരും കൊടുക്കുന്നില്ല. UK കൊടുക്കുന്നില്ല, അയർലൻഡ് കൊടുക്കുന്നില്ല, ന്യൂസിലൻഡ് കൊടുക്കുന്നില്ല. ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ട് കൂടുതൽ സ്റ്റേ ബാക്ക് പീരീഡ്. ദാറ്റ് ടൈം ഇസ് ഇനഫ് ടു സെറ്റിൽ ഇൻ ടു എ ജോബ് ആൻഡ് ദെൻ യു ക്യാൻ ഗെറ്റ് ഇൻ ടു PR എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കാര്യം
35 yearsൽ മുകളിലാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? 35 മേളിൽ സ്റ്റേ പഠിക്കാൻ വരാൻ പറ്റും, പക്ഷെ സ്റ്റേ ബാക്ക് സ്റ്റേ ബാക്ക് കിട്ടില്ല അല്ലേ? പഠനം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോകേണ്ടി വരും. ഓക്കെ ഓക്കെ. ബാക്കി ഹോംവർക്ക് ഒക്കെ വീട്ടിൽ പോയി ചെയ്തെന്ന് പറഞ്ഞു, അവിടെ സ്റ്റേ ബാക്ക് ചെയ്യണ്ടെന്ന്. But if they're in their 20s ഒക്കെ ആണെങ്കിൽ അല്ലേ അവർക്ക് ട്രൈ ചെയ്യാം. Okay, they can also come and attend the seminar, especially nurses-ന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ ഹോല വേൾഡിന്റെ യൂട്യൂബ് ചാനൽ അത്യാവശ്യം പോപ്പുലർ ആണ്. ഓസ്ട്രേലിയയിൽ ഇപ്പം ഞങ്ങൾ വഴി വരുന്ന ഒരു 10% പേരെ ഉള്ളെങ്കിൽ 90% ഓഫ് പീപ്പിൾ വാച്ച് അവർ വീഡിയോസ്. ഇൻഫർമേറ്റീവ് കണ്ടന്റ് ആണ്. അപ്പോൾ ആരെങ്കിലും ഈ സെമിനാർ വരാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ഹോല വേൾഡ് യൂട്യൂബ് ചാനൽ ഒന്ന് കാണുക. 40K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഓൾ ഓസ്ട്രേലിയ നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാം. പിന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. Hola is a very Spanish term അല്ലേ? ഞങ്ങളത് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. എന്നെ ഹോസെ എന്ന് വിളിക്കും, JOSE ആണ് അതിന്റെ അങ്ങനെ ഉണ്ട്. പിന്നെ ഹൊല എന്നുള്ള എന്തോ നമുക്കൊരു ഇന്റർനാഷണൽ നെയിം കീപ്പ് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ ജിസിനോട് പറഞ്ഞു ഹൊല നല്ല പേരാ, ഞങ്ങൾ അതിനോട്ട് ഒട്ടും സമയം കളഞ്ഞില്ല, പെട്ടെന്ന് തന്നെ ബ്രാൻഡിങ് ചെയ്തു അല്ലേ? So for everyone who is aspiring to move to Australia in terms of PR, അതല്ലെങ്കിൽ you're going there for a study program, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സസ് ലൈക്ക് ഹി സെഡ് ഇറ്റ് ഇസ് there. നമുക്ക് ഒന്നും കൂടെ അത് പറയാം. ഹെൽത്ത് സെക്ടർ, അഗ്രികൾച്ചർ, IT, എഞ്ചിനീയറിംഗ്, ഫുഡ് ആൻഡ് എഡ്യൂക്കേഷൻ, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ. അതിന്റെ ടീച്ചിങ്ങും ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. യെസ്. അപ്പം സോറി, ഗൾഫിൽ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവിടെ പോരാൻ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടോ. മൈഗ്രേഷൻ, കൺസ്ട്രക്ഷൻ ഭയങ്കര ബൂമിംഗ് ആണ്. ഒളിമ്പിക്സ് വരുന്നു ആൻഡ് അതർ സ്റ്റാഫ്. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി, റിയൽ എസ്റ്റേറ്റ് ദുബായ് പോലെ തന്നെയാണ്, അവിടെ ഭയങ്കര ബൂമിംഗ് ആണ്. അപ്പോൾ അവിടെ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഇലക്ട്രീഷ്യൻസ്, പ്ലംബേഴ്സ് അങ്ങനെയൊക്കെ മൈഗ്രേറ്റ് ചെയ്യാനായിട്ടും വരാൻ പറ്റും. ഞങ്ങൾ മൈഗ്രേഷൻ ലോ കൂടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ. ആൻഡ് ഐ ഹാവ് മൈ ഫ്രണ്ട് ആസ് എ മൈഗ്രേഷൻ ഏജന്റ് ആസ് വെൽ. സോ വി സ്റ്റാർട്ടഡ് ഡൂയിങ് മൈഗ്രേഷൻ ആസ് വെൽ. സോ അങ്ങനെയുള്ള എൻക്വയറീസും നമ്മുടെ യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവര് പാവം വെറുതെ ഒരു വിളിപ്പുറത്ത് അകലെ നാട്ടിൽ നിന്ന് ഒരു 3.5 മണിക്കൂർ ആയി കഴിഞ്ഞാൽ ദുബായ് വന്ന് അവര് ജോലി ചെയ്യാം. അവരിവിടുന്ന് ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. അതാകുമ്പോഴത്തേക്ക് അവർക്ക് ഇപ്പൊ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒരു 2 ദിവസം എടുത്ത് വരാൻ പറ്റും. ഓൾറെഡി ഇവിടുന്ന് ഒരുപാട് കുട്ടികൾ കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ? Once again, thank you so much both of you for joining us on air. Thank you, Jasmine. Thank you for everything that you do. You know, may all of these kids coming to you get wonderful lives in parts of the world they'd love to live. Get off. Yeah. Thank you so much. Thank you.